എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഭയങ്കര മഴയാണ് പുറത്ത്. മഴ എന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ടേ തോരാത്ത മഴയാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ്. ചെറിയൊരു വീഡിയോ. അപ്പം ഞാൻ പുറത്ത് പോയി മീനൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. ചൂര മീനാണ് കിട്ടിയത്. അപ്പം മീൻകറി വയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. മീൻകറി വയ്ക്കണ വീഡിയോ ഇതിനു മുന്നേ കാണിച്ചിട്ടുണ്ട്. എങ്കിലും പറയാം, കുറച്ച് തേങ്ങയും മല്ലിപ്പൊടി, മുളക് പൊടി, ഉലുവ എല്ലാം കൂടെ വറുത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് എല്ലാം കൂടെ വറുത്ത് ഇനി മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരയ്ക്കണം. ചെറിയ ഉള്ളിയും പുളിയും കൂടെ ചേർക്കാനുണ്ട്. ഇന്ന് മീൻ വാങ്ങുന്ന ചെറിയൊരു വീഡിയോ ഇവിടെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ആ വീഡിയോ ഒന്ന് പോയി കണ്ടിട്ട് വരാം. അങ്ങനെ ഞാൻ മീനൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. മീൻ കട്ട് ചെയ്ത് തന്നെയാണ് കിട്ടിയത്. അതുകൊണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മീൻ വെച്ചിട്ടുണ്ട്. ഇനി തക്കാളി, മുരിങ്ങയ്ക്ക, പച്ചമുളക് ഇതെല്ലാം കൂടെ ചേർത്ത് വയ്ക്കണം. മീനിലുള്ള അരപ്പും തക്കാളി, പച്ചമുളകും എല്ലാം കൂടെ ചേർത്ത് ഞാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായി വന്നിട്ട് മീനിട്ടു. ഇനി നന്നായിട്ട് ചട്ടി ഒന്ന് ചുറ്റി വയ്ക്കണം. കാരണം സ്പൂണിട്ട് കഴിഞ്ഞാൽ മീൻ മുറിഞ്ഞു പോകുമെന്ന് പറയും. അതുകൊണ്ട് ചട്ടിയിട്ട് നന്നായിട്ട് കലക്കി. ഉപ്പ് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്, എന്നാലും കുറച്ചും കൂടെ ഉപ്പിട്ട് ഇനി മീൻ കറി അവിടെ ഇരുന്ന് റെഡി ആയിക്കോളും. ഇനി എനിക്ക് ജോലി കുറച്ച് സ്ലോ ആയതുകൊണ്ട് തന്നെ ഞാൻ തലേ ദിവസമേ തോരന്, മെഴുക്കുവരട്ടി അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അരിഞ്ഞു വയ്ക്കും. അങ്ങനെ ഞാൻ കോവയ്ക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കാബേജ് തോരനുള്ളത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് കോവയ്ക്ക വയ്ക്കാം. കോവയ്ക്ക, സവാള, പച്ചമുളക് ഇത്രയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ കുറച്ച് മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കറിവേപ്പില കൂടെ ഇടുന്നുണ്ട് കുറച്ച്. കറിവേപ്പിലയും കൂടെ ഇട്ട് അടച്ച് വെച്ച് സ്ലോയിലാണ് വെച്ചേക്കുന്നത്, സ്ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അതവിടെ ഇരുന്ന് റെഡി ആയിക്കോളും. മീൻ കറിക്ക് കുറച്ചും കറിവേപ്പിലയോടെ ഇട്ട് അടച്ച് വെച്ചാൽ അതും അവിടെ ഇരുന്ന് റെഡി ആയിക്കോളും. ഇനി മീൻ വറക്കാനുള്ളത് പുരട്ടാനുണ്ട്. അതിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം വെച്ചതിന് ശേഷമേ വറക്കുള്ളൂ. വറക്കാനുള്ളതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. നമുക്ക് ഫിഷ് മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോഴേ മീനിൽ പിടിക്കുള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് മാറ്റി വയ്ക്കാം. അപ്പം മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ മീൻ കറി മാറ്റിയിട്ട് കാബേജ് തോരനുള്ളത് വെച്ചിട്ടുണ്ട്. ചോപ്പറിലാണ് അരിഞ്ഞ് വെച്ചത്. പുറത്താണെങ്കിൽ നല്ല മഴയുണ്ട് കേട്ടോ, ഭയങ്കര മഴ പുറത്ത്. കാബേജ് തോരനും സവാളയും കൂടെ നന്നായിട്ട് വഴറ്റിയിട്ട് അടച്ച് സ്ലോ ഫ്ലെയിം വെച്ചുമ്പോൾ അത് അവിടെ നിന്ന് റെഡി ആയിക്കോളും. കോവയ്ക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. അത് മാറ്റിയിട്ട് നമുക്ക് മീൻ വറക്കാനുള്ളത് അടുത്ത് വയ്ക്കാം. മീൻ വറക്കാൻ വേണ്ടിയിട്ട് നോൺ സ്റ്റിക്കിൻ്റെ ഒരു തവ വെച്ചിട്ടുണ്ട്. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് മീൻ വറക്കാനുള്ളത് ഇടാം.
അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട്, കറികളെല്ലാം ആയി. ഇനി ഞാൻ ചോറ് കോരാൻ പോവുകയാണ്. ഫസ്റ്റ് അമ്മയ്ക്കാണ് കൊടുക്കുന്നത്. മീൻകറി, കാബേജ് തോരൻ, കോവയ്ക്ക മെഴുക്കുവരട്ടി, മീൻ വറുത്തതും. ഇത്രയാണ് ഇന്നത്തെ ഉച്ചയൂണിലുള്ള വിഭവങ്ങൾ. അപ്പോൾ എല്ലാം കോരി അമ്മയ്ക്ക് കൊടുത്തിട്ട് വരാം. അങ്ങനെ ജോലിയിലെല്ലാം കഴിഞ്ഞു. ഇനി കുറച്ച് സമയം പുറത്തിരിക്കാം. മഴയൊക്കെ കണ്ട് കുറച്ച് സമയം ഇരിക്കണം. നല്ല രസമല്ലേ, മഴയല്ലേ, നല്ല മഴയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരണവരെ ബൈ.